ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു മുള്ളാത്തമരാണേ. രണ്ട് ഈ ആത്തച്ചക്കയുടെയൊക്കെ ഒരു വകഭേദമായിട്ട് വരും. ആത്തച്ചക്ക, സീതപ്പഴം, അതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ മഴയത്ത് ചാഞ്ഞ് നിന്നിട്ട് ഞാൻ കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞു, വട്ടം വെട്ടിക്കളഞ്ഞു. ആ സമയത്ത് തമ്മിൽ ഒരു കായ ഉണ്ടായിരുന്നേ. അത് പക്ഷേ കഴിഞ്ഞ മഴയത്ത് അത് ചാടിപ്പോയി, പഴുത്തത് അറിഞ്ഞില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ദേ ഇവിടെ ഒരു അത്യാവശ്യം വലിയ ഒരെണ്ണം കിടക്കുന്നു. അതേപോലെ തന്നെ ദേ ഇവിടെയും ഒരെണ്ണം കിടക്കുന്നുണ്ട്. പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ. ഇത് പച്ചയ്ക്കും തോരൻ വെക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് തോരൻ വെച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? നല്ലതാണോ തോരൻ വെക്കാനായിട്ട്? ആരെങ്കിലും ചെയ്തിട്ടുണ്ട് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാനിത് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതുമേന്ന് പറിച്ചിട്ടല്ല, ഈ പ്രാവശ്യം ഇതുമേ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടായത്. ഒത്തിരി പൂക്കളുണ്ടായെങ്കിലും കായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് എന്ന് പറയുന്നു. ചെറിയ പുളിപ്പും അതേപോലെ ചെറിയ മധുരവും കൂടിയിട്ടുള്ള ടേസ്റ്റാണിതിന്. എന്തായാലും ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് തോരൻ വെച്ചിട്ടുണ്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.